ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇത് നമ്മൾ 10th സ്റ്റാൻഡേർഡില് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് കുറച്ച് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. അതിൽ ഫസ്റ്റ് ടോപ്പിക് അരിതമെറ്റിക് പ്രോഗ്രഷൻ. അത് നമ്മൾ ചുരുക്കി AP, മലയാളത്തിൽ നമ്മൾ സമാന്തര ശ്രേണി എന്നാണ് പറയാം. എന്താണ് ഒരു സമാന്തര ശ്രേണി? ഒരു സമാന്തര ശ്രേണിയിൽ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരു സ്ഥിര സംഖ്യയായിരിക്കും. അതായത് എക്സാമ്പിൾ ഒരു നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് നമുക്കറിയാം 1 2 3 4 അങ്ങനെ പറഞ്ഞ് എഴുതുന്നതാണ് നാച്ചുറൽ നമ്പർ. 1 2 3 4 എക്സെട്ര. ഇതാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നാച്ചുറൽ നമ്പേഴ്സിൽ 1 കഴിഞ്ഞിട്ട് 2 ആണ് വരുന്നത്. 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1ന്റെ കൂടെ +1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. അടുത്തത് 2ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. 2ന്റെ കൂടെ +1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. അതുപോലെ 3ന്റെ കൂടെ +1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടും. 4ന്റെ കൂടെ +1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് +1 ആണ്. അപ്പൊ ഇവിടത്തെ സ്ഥിരസംഖ്യ എന്ന് പറയുന്നത് +1 ആണ്. അപ്പൊ ഇങ്ങനെ ഒരേ ഡിഫറൻസ് വരുന്ന അല്ലെങ്കിൽ ഒരേ നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്ന സീക്വൻസിനെ പറയുന്ന പേരാണ് അരിതമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയാം. അപ്പൊ ഈ സമാന്തര ശ്രേണിയിൽ ഒരു സ്ഥിര സംഖ്യ ഉണ്ടായിരിക്കും. ആ സ്ഥിര സംഖ്യക്ക് നമ്മൾ പറയുന്ന പേര് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്നാണ് പറയാ. അപ്പൊ ഇവിടുത്തെ ഈ സീക്വൻസിന്റെ കേസിൽ ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ പൊതുവ്യത്യാസം ഡിനോട്ട് ചെയ്യുന്നത് D എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പൊ D എന്ന് പറയുന്നത് ഇവിടെ +1 ആണ്. അടുത്തത് നമ്മളൊരു സീക്വൻസ് നമുക്ക് തന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഡിഫറൻസിൽ പോകുന്ന ഒരു സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ ആ സീക്വൻസിന്റെ ഒരു 3 ടേം, നടുക്കത്തെ ടേം ABC, അതിൽ ഈ നടുക്കത്തെ ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എയും സിയും ആഡ് ചെയ്തിട്ട് /2 ചെയ്താൽ മതി മിഡിൽ ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പൊ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന തുടർച്ചയായിട്ട് പോകുന്ന ഒരു സമാന്തര ശ്രേണിയിലെ നടുക്കിലത്തെ പദം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പുറത്തെയും ഇപ്പുറത്തെയും പദങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് /2 ചെയ്താൽ മതി. ഇനി അടുത്തൊരു ടേം ആണ് പദം എന്ന് പറയുന്നത്. പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീക്വൻസിൽ ഒന്നാമത് കടക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് പദം. അതിന് നമ്മൾ x1 എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുക, അല്ലെങ്കിൽ A എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടും ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് കിടക്കുന്ന ടേം ആണ് ഫസ്റ്റ് ടേം, അത് നമ്മൾ A1 ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത് കിടക്കുന്ന ടേം ആണ് സെക്കൻഡ് ടേം, രണ്ടാം പദം, അതിനെ A2 ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. മൂന്നാമത് കിടക്കുന്നതാണ് A3, തേർഡ് ടേം. അങ്ങനെ ഈ സീക്വൻസിൽ നമുക്ക് അറിയാം നാച്ചുറൽ നമ്പറിന്റെ സീക്വൻസ് ആണ്. അപ്പൊ ഈ സീക്വൻസിന്റെ ലാസ്റ്റ് കിടക്കുന്ന ടേം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ടേം നമുക്ക് എത്രയാന്ന് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, ലാസ്റ്റ് ടേമിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് AN വെച്ചിട്ടാണ്. ഈ AN എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം എന്നും പറയും, nth ടേം എന്നും പറയും. അപ്പൊ nth ടേം എന്ന് പറഞ്ഞാലും ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാലും ഒന്നാണ്. അപ്പൊ ഒരു ഇവൻ നമ്പറിന്റെ സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവൻ നമ്പറിന്റെ സീക്വൻസ് ആണ് 2 4 6 8 എക്സെട്ര. ഇതൊരു ഇവൻ നമ്പറിന്റെ സീക്വൻസ് ആണ്. അപ്പൊ ഇതിൽ ഡിഫറൻസ് നമുക്കറിയാം, 2ഉം 3ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് +2 ആണ്. 4ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസും +2 ആണ്. 6ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസും +2 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് D = +2 ആണ് വരുന്നത്. ഇനി ഇതിൽ ഒന്നാമത് കിടക്കുന്ന ടേമിന് നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് ടേം. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ടേം A1 എന്ന് പറയുന്നത് 2 ആണ്.
സെക്കൻഡ് ടേം എന്ന് പറയുന്നത് A2 ആണ്. തേർഡ് ടേം A3 എന്ന് പറയുന്നത് ഇവിടെ തേർഡ് ടേം വരുന്നത് 6 ആണ്. ഫോർത്ത് ടേം അത് A4 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഫോർത്ത് ടേം എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിന്റെ nth ടേം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n Tn a plus n minus 1 into d എന്ന് പറയുന്ന ഇക്വേഷൻ. a plus n minus 1 into d. ഇപ്പൊ നമ്മൾ ഇവൻ നമ്പറിന്റെ സീക്വൻസ് എടുത്താൽ ഇതിലെ 20ാമത്തെ ടേം ഏതാ, 30ാമത്തെ ടേം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടേം ആഡ് ചെയ്ത് എഴുതാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. a plus n minus 1 into d എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ഇനി നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ സമ്മ് കണ്ടുപിടിക്കാൻ, ഈ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ ചോദിക്കും. ആദ്യത്തെ 25 ടേമിന്റെ സം എന്താണ് ഒരു സീക്വൻസ് തന്നിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് Sn n/2 2a plus n minus 1 into d എന്ന് പറയുന്നതാണ് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് കൂടാണ്ട് നമുക്ക് ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. Sn n/2 a plus an എന്ന് പറയുന്നത്. a plus an ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂട്ടാ a plus an. ഇതാണ് അടുത്തൊരു ഇക്വേഷൻ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ ഏതെങ്കിലും പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. നമുക്ക് ഇത്രയ്ക്കാണ് ബേസിക് ആയിട്ട് നമുക്ക് ഇക്വേഷൻസിൽ വരുന്നത്. ഇനി നമുക്ക് പ്രോബ്ലംസ് ഓരോന്നായിട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്, ഈ ടോപ്പിക് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2, 0, -2 എക്സെട്ര എന്ന സമാന്തര പ്രോഗ്രഷന്റെ പൊതുവ്യത്യാസം കാണുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സമാന്തര ശ്രേണിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സമാന്തര ശ്രേണി ആണെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടായിരിക്കും, ഒരു പൊതുവ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ആ പൊതുവ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പൊതുവ്യത്യാസം കാണാൻ ഏതെങ്കിലും ഒരു ടേം എടുത്തിട്ട് അതിന്റെ തൊട്ട് പിറകിലുള്ള ടേം മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടുത്തെ കേസില് നമുക്ക് സെക്കൻഡ് ടേം എടുക്കാം. സെക്കൻഡ് ടേം 0 ആണ്. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, കോമൺ ഡിഫറൻസ് ആയ d എന്ന് പറയുന്നത്. അപ്പൊ 0 - 2 എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും, -2 എന്ന് കിട്ടും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം വേണമെന്നുണ്ടെങ്കിലും മൈനസ് ചെയ്യാം. ഏത് ടേം എടുത്താലും തൊട്ട് പിന്നിലത്തെ ടേം മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ -2 - 0 അപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും, -2 എന്ന് കിട്ടും. അപ്പൊ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് -2 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത പ്രോബ്ലം 14, 17, 20, 23, 26 എക്സെട്ര എന്ന പ്രോഗ്രഷനിലെ 100ാമത്തെ പദം എത്രയാണ്? 100ാമത്തെ പദം എന്ത്? അപ്പൊ ഇങ്ങനെ പോകുന്ന സീക്വൻസിൽ 100ാമത് കടക്കുന്നത് ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് കൂട്ടിയിട്ട് നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്. കാരണം 100 വരെ കൂട്ടിയിട്ട് എഴുതാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അപ്പൊ നമ്മള് ഇക്വേഷൻ പദം കണ്ടുപിടിക്കാൻ, പദം എന്താ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Tn a plus n minus 1 into d. അതാണ് നമ്മുടെ ഇക്വേഷൻ. t plus n minus 1 into d എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതില് a എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് t 100ാമത്തെ പദമാണ്. അപ്പൊ t 100 ആണ് കാണേണ്ടത്.
അതിൽ ഫസ്റ്റ് ടേം നമുക്കറിയാം, ഫസ്റ്റ് ടേമിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എ എന്ന് പറയുന്നത്. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസത്തിനെ കാണിക്കുന്നതാണ് ഡി എന്ന് പറയുന്ന ലെറ്ററിൽ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയിൽ ഒന്നാമത് കടക്കുന്ന ടേം ഈ 14 ആണ് എന്ത് വരുന്നത്, ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദമായിട്ട് വരുന്നത്. അപ്പൊ നമ്മള് എയുടെ സ്ഥാനത്ത് എന്തെന്ന് കൊടുക്കുക, 14 എന്ന് കൊടുക്കുക. പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. n എന്ന് പറഞ്ഞാൽ 100 പദങ്ങളാണ് കണ്ടുപിടിക്കാൻ, 100ാമത്തെ പദമാണ്. അപ്പൊ n-ന് 100 ഇട്ട് കൊടുക്കുക. -1 ഡി നമുക്കറിയാം. മൈനസ് ഡി കണ്ടുപിടിക്കാൻ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യുക. ഏത് ടേം എടുത്താലും അതിന് തൊട്ട് പിറകിലുള്ള ടേം മൈനസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഞാൻ 20ൽ നിന്ന് 17 മൈനസ് ചെയ്യണം. തൊട്ട് പിറകിലത്തെ ടേം 17 ആണ്. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 3 എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. അത് കൊടുത്തു. അപ്പൊ 14 പ്ലസ് 100ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 99 വരും. 99 ഇൻറ്റു 3 എന്ന് കിട്ടും. അപ്പൊ 14 പ്ലസ് 99 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 297 എന്ന് വരും. 297ഉം 14ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 311 എന്ന് കിട്ടും. 311 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ടേം കണ്ടുപിടിക്കാൻ, പദം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് Tn is equal to a plus n-1 into d എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. നമുക്കൊരു അരിതമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണി തന്നാൽ കണ്ടുപിടിക്കേണ്ടത്, പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു പ്രോബ്ലം ആണ്. ആദ്യ പദം 6ഉം പൊതുവ്യത്യാസം 8ഉമായ സമാന്തര ശ്രേണിയുടെ n-ാം പദം എത്ര? അപ്പൊ ഇവിടെ ശ്രേണി നമുക്ക് തന്നിട്ടില്ല, പകരം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ആദ്യ പദവും തന്നിട്ടുണ്ട്, പൊതുവ്യത്യാസവും തന്നിട്ടുണ്ട്. ആദ്യ പദം നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എ ആണ്. എ തന്നിട്ടുണ്ട് 6 ആണ്. അതുപോലെ പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്ന ലെറ്റർ ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് 8 ആണ് തന്നിട്ടുണ്ട്. എന്നിട്ട് കണ്ടുപിടിക്കേണ്ടത് n-ാം പദം. n-ാം പദം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പദം എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ Tn ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇക്വേഷൻ a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ് നമ്മുടെ ഇക്വേഷൻ. അതില് n-ാം പദം, n പദങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n-ന്റെ സ്ഥാനത്ത് n തന്നെയാണ് വരിക. a നമുക്കറിയാം 6 ആണ്. പ്ലസ് n-1 അതുപോലെ തന്നെ നമ്മൾ എഴുതാം. d നമുക്കറിയാം 8 ആണ്. അപ്പൊ 6 പ്ലസ് ഇനി ഈ n-1 നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പുറത്ത് കിടക്കുന്ന ഡിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. d ഇൻറ്റു n dn, സോറി 8 ഇൻറ്റു n 8n എന്ന് വരും. മൈനസ് 8 ഇൻറ്റു 1 8 എന്ന് വരും. അപ്പൊ ഇവിടെ 6 ഉണ്ട്, ഇവിടെ -8 ഉണ്ട്. 6ൽ നിന്ന് 8 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 8n നമ്മൾ അതുപോലെ തന്നെ ഇടാം. നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യാം. 8 മൈനസ് 8, 6 മൈനസ് 8 എന്ന് പറയുന്നത് -2 ആണ്. അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് 8n-2. 8n-2 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 8n-2 എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് LDC മെയിൻ എക്സാമിന് 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. -4, -7, -10 എന്ന സമാന്തര ശ്രേണിയെ സംബന്ധിച്ച് 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ 1 തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റത്തെ പ്രസ്താവന തന്നിട്ടുണ്ട്. പൊതുവ്യത്യാസം -3 ആണ്. അപ്പൊ നമുക്ക് ശ്രേണി തന്നിരിക്കുന്നത് -4, -7, -10 എക്സെട്ര. ഇതാണ് നമ്മുടെ സമാന്തര ശ്രേണി. അതിൽ പൊതുവ്യത്യാസം എന്താ നോക്കാം നമുക്ക്. ഡി എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൽ നിന്ന് -7ൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി, -4 മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ അടുപ്പിച്ച് 2 മൈനസ് ഉണ്ട്, അപ്പൊ പ്ലസ് ആവും. -7 + 4 നമുക്കറിയാം -3 എന്ന് കിട്ടും. അപ്പൊ അത് ക്ലിയർ ആയി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണ്. ഈ സീക്വൻസിന്റെ
പൊതുവ്യത്യാസം എന്ന് പറയുന്നത് -3 അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ്. ഇനി അടുത്തത് ബീജഗണിത രൂപം. ഈ ബീജഗണിത രൂപം എന്ന് പറയുന്നതാണ് നമ്മുടെ nth ടേം, അതായത് n-ാം പദത്തിന് പറയുന്ന പേരാണ്, അതായത് ലാസ്റ്റ് പദത്തിന് പറയുന്ന പേരാണ് ബീജഗണിത രൂപം എന്ന്. അപ്പൊ ഇവിടെ ബീജഗണിത രൂപം കാണാൻ പറഞ്ഞാൽ ലാസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. നമ്മുടെ ഇക്വേഷൻ a plus n minus 1 into d എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ a നമുക്കറിയാം ഫസ്റ്റ് ടേം -4 ആണ്, സീക്വൻസ് തന്നിട്ടുണ്ട്. പ്ലസ് n നമുക്കറിയില്ല, ലാസ്റ്റ് ടേം ആണ്, അപ്പൊ n - 1 into d നമുക്കറിയാം -3 ആണെന്നും അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. -4 -3 into n എന്ന് പറയുന്നത് -3n ആണ്. -3 into -1 എന്ന് പറയുന്നത് +3 ആണ്. ഇനി -4ഉം -3n നമ്മൾ അതുപോലെ തന്നെ ഇടാം. -4 + 3 -4 + 3 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം -1 എന്നാണ് കിട്ടാം. അപ്പൊ -1 -3n -1 ആണ് നമുക്ക് ശരിക്കും ഇത് ചെയ്യുമ്പോൾ കിട്ടാം. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് -3n + 1 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റോങ് ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ്ങുമാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ വരുന്നത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, 1ഉം 2ഉം ശരിയാണ്, അത് തെറ്റാണ്. ഓപ്ഷൻ ബി തന്നിട്ടുണ്ട്, 1 ശരിയും 2 തെറ്റുമാണ്. അതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തൊരു പ്രോബ്ലം ആണ് ഇത്. LDC കാസർഗോഡിൽ 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 41, 50, 59 എന്ന ശ്രേണിയിലെ എത്രാം പദമാണ് 230? അതായത് 41, 50, 59 എക്സെട്ര ഇങ്ങനെ പോകുന്ന സീക്വൻസില് 230 ഒരു ടേം ആയിട്ട് വരുന്നുണ്ട്, ഒരു പദമായിട്ട് വരുന്നുണ്ട്. അത് എത്രാമത്തെ പദമാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ n ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്രാം പദമാണ് 230? അപ്പൊ അവിടെ കണ്ടുപിടിക്കേണ്ടത്, ഫൈൻഡ് ചെയ്യേണ്ടത് n ആണ്. അപ്പൊ n കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ ടേമിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താലും പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Tn = a plus n minus 1 into d എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും കിട്ടും. അതല്ലെങ്കിൽ ആ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് n = എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. an minus a divided by d plus 1. അതായത് അവസാന പദം മൈനസ് ആദ്യ പദം. ഇക്വേഷൻ വന്നിട്ട് അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പൊ n കണ്ടുപിടിക്കേണ്ട പ്രോബ്ലത്തിലൊക്കെ എത്രാമത്തെ പദമാണ്, ഹൗ മെനി ടേംസ്, വിച്ച് ടേംസ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ n ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൽ അവസാന പദം നമുക്കറിയാം. അവസാന പദം നമുക്ക് ഇവിടെ 230 ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അവസാന പദമായിട്ട് 230 കൊടുക്കാം. മൈനസ് ആദ്യ പദം നമുക്ക് തന്നിട്ടുണ്ട് സീക്വൻസിൽ 41 ആണ് ആദ്യ പദം. ഇനി ഇതിന്റെ പൊതുവ്യത്യാസം എത്രയാന്ന് കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസം കാണാൻ രണ്ടാമത്തെ ടേം 50ൽ നിന്ന് ആദ്യ ടേമായ 41 മൈനസ് ചെയ്താൽ 9 എന്ന് കിട്ടും. അപ്പൊ പൊതുവ്യത്യാസം 9 ആണ് പ്ലസ് 1. 230ൽ നിന്ന് 41 മൈനസ് ചെയ്താൽ 189 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 9 പ്ലസ് 1. ഈ 189നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 21 ആണ്. അപ്പൊ 21 പ്ലസ് 1 ആൻസർ 22 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ n എത്രാം പദം കണ്ടുപിടിക്കാൻ, പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം മൈനസ് ചെയ്തിട്ട് പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
ആ കിട്ടുന്ന ഉത്തരത്തിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. അടുത്തൊരു പ്രോബ്ലം ആണ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 25ഉം, അപ്പൊ ആദ്യ പദം നമുക്ക് തന്നിട്ടുണ്ട് 25ആണ്. അവസാന പദം -25. അപ്പൊ അവസാന പദം നമ്മൾ എടുക്കുന്നത് an അല്ലെങ്കിൽ tn, ഏതായാലും കുഴപ്പമില്ല. an ആയാലും കുഴപ്പമില്ല, tn ആയാലും കുഴപ്പമില്ല. അത് നമുക്കറിയാം -25 തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ പൊതുവ്യത്യാസം തന്നിട്ടുണ്ട്. നമുക്ക് -5 പൊതുവ്യത്യാസം എന്നും തന്നിട്ടുണ്ട്. എന്നിട്ട് കണ്ടുപിടിക്കേണ്ടത് ഈ ശ്രേണിയിൽ എത്ര പദങ്ങൾ ഉണ്ടായിരിക്കും, പദങ്ങൾ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. n ആണ് കണ്ടുപിടിക്കേണ്ടത്. n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം മൈനസ് ചെയ്യുക, പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, +1 കൂട്ടുക. അവസാന പദം ഇവിടെ തന്നിട്ടുണ്ട് -25 മൈനസ് ആദ്യ പദം തന്നിട്ടുണ്ട് +25 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം തന്നിട്ടുണ്ട് -5 +1. -25 -25 ചെയ്യണ സമയത്ത് -50 എന്ന് കിട്ടും. -50 ഡിവൈഡഡ് ബൈ -5 +1 വരാം. മൈനസും മൈനസും പോസിറ്റീവ് ആവും. 50നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 എന്ന് കിട്ടും. 10 + 1 ആൻസർ വന്നിട്ട് 11 എന്ന് കിട്ടും. ഓപ്ഷൻ ബി 11 ആൻസർ വരുന്നത്. അപ്പൊ n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ d +1 ആണ്. അടുത്തൊരു പ്രോബ്ലം ആണ്. ഒരു നഗരത്തിലെ വീടുകൾക്ക് 46 മുതൽ 150 വരെയുള്ള ഇരട്ട നമ്പറുകളാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ 46 മുതൽ 150 വരെയുള്ള ഇരട്ട നമ്പറുകളാണ് നൽകിയിരിക്കുന്നത് എങ്കിൽ ആ നഗരത്തിലെ വീടുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ നഗരത്തില് എത്ര വീടുകളുണ്ട്? അപ്പൊ n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇരട്ട നമ്പറുകൾ 46 മുതൽ 150 വരെ എന്ന് പറയുമ്പോൾ ഇരട്ട നമ്പറുകളാണ് പറഞ്ഞിരിക്കുന്നത്. മുതൽ എന്ന് പറഞ്ഞാൽ, മുതൽ വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ 46 എടുക്കണം, 150 എടുക്കണം. ഇടയിൽ എന്ന് പറഞ്ഞാൽ 46 എടുക്കാൻ പാടില്ല, 150 നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പൊ മുതലിന് പകരം അവിടെ വരെ ഇടയ്ക്ക് എന്നാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന രണ്ട് ടേമും നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് 46 മുതൽ 150 വരെയുള്ള ഇരട്ട നമ്പറുകളാണ്. അപ്പൊ 46 കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീടിനുള്ള നമ്പർ എന്ന് പറയുന്നത് 48 ആയിരിക്കും. ഇരട്ട നമ്പർ അല്ലേ കൊടുക്കുന്നത്. അടുത്ത നമ്പർ എന്ന് പറയുന്നത് 50 ആയിരിക്കും. അങ്ങനെ ലാസ്റ്റ് 150 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇങ്ങനെ ഇരട്ട നമ്പറുകളാണ് കൊടുക്കുന്നത്. ഇനി n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അവസാന പദം 150 മൈനസ് ആദ്യ പദം 46 ബൈ ഇവിടെ പൊതുവ്യത്യാസം വരുന്നത് 46 48 തമ്മിൽ ഇരട്ട സംഖ്യയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 ആണ് +1. 150 നിന്ന് 46 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 104 കിട്ടും. 104/2 +1. 104ന്റെ പകുതി 52. 52 + 1 53 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, 53. പറഞ്ഞത് സെറ്റ് ആണെന്ന് വിചാരിക്കണോ? ഇനി അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാ. ഇത് MDC ഇടുക്കി എക്സാമിന് ചോദിച്ചതാണ് 2013. അടുത്ത പ്രോബ്ലം ആണ്. 3ന്റെ ഗുണിതങ്ങളായ എത്ര 3 അക്ക സംഖ്യകളുണ്ട് എന്നതാണ് അടുത്ത പ്രോബ്ലം. 3ന്റെ ഗുണിതങ്ങളായ എത്ര 3 അക്ക സംഖ്യകളുണ്ട്? അപ്പൊ 3 അക്ക സംഖ്യകള്, 3 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. 3. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പറയൂ. ഡൗട്ട് ഉണ്ടോ? അല്ല, ഇതൊരു ഡൗട്ട് ഉണ്ട്. ഇത് എങ്ങനെ ചെയ്യാ? ഏത്, ഈ പ്രോബ്ലം ആണോ? ഓക്കെ. 3ന്റെ ഗുണിതങ്ങളായ എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ട് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. 3 അക്ക സംഖ്യകൾ, 3 അക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്?
മൂന്ന് മനസ്സിലായില്ല? 3 മൂന്നെന്നോ? മൂന്നക്ക ആ സംഖ്യ എന്ന് പറഞ്ഞാൽ 3 ഡിജിറ്റ് ആണ് വരുന്നത്, 3 ആ ഓക്കെ അക്കങ്ങൾ വരുന്നത്. ആ ഓക്കെ മനസ്സിലായോ? ആ അപ്പൊ ആ അത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന? 100 അല്ലേ? 100 100 ടു 999. ഇപ്പൊ രണ്ടക്ക ആ നമ്പർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതോ 10 മുതൽ 99 വരെ ആയിരിക്കും കേട്ടോ. 2 ഡിജിറ്റ് നമ്പർ, രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. മൂന്നക്ക ഓക്കെ സംഖ്യ എന്ന് പറയുമ്പോൾ 100 മുതൽ 999 വരെയാണ് വരാ കേട്ടോ. ഓക്കെ ഓക്കെ. ഇനി ഓക്കെ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഇപ്പൊ 100 മുതൽ 999 വരെയാണ് മൂന്നക്ക സംഖ്യകൾ വരുന്നത്. ഈ 100 മുതൽ 999 വരെയുള്ളതില് മൂന്നിന്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നും ഡിവൈഡ് ചെയ്ത് നോക്കാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റത്തെ ടേമും കുറച്ച് ലാസ്റ്റത്തെ ടേമും കണ്ടുപിടിക്കുക. നമുക്കറിയാം 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ അറിയാം 3 times 9 പോകും, ബാക്കി 1 10. പിന്നെയും 3 9, റിമൈൻഡർ എന്ത് കിട്ടി? 1 കിട്ടി. അപ്പൊ അതിൽ പോവില്ല. അടുത്ത ടേം നോക്കാം, 102 നോക്കി നോക്കാം. 102നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 വട്ടം 9 വരും, ബാക്കി എന്ത് വരും? 1 12. 12 4 times അപ്പൊ 4 അപ്പൊ 12. അപ്പൊ നമുക്ക് കിട്ടിയ എന്താണ്? ആദ്യത്തെ ടേം ഏതാ വരണത്? 100 മൂന്നക്ക ഡിജിറ്റില് 3 മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് 102 ആണ്. ഓക്കെ. ഓക്കെ അടുത്ത ടേം കിട്ടണം എന്നുണ്ടെങ്കിൽ 2 അല്ലേ? 2ന്റെ കൂടെ ഇവിടെ 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോമൺ ഡിഫറൻസ് 3 ആണ് വരാം. അപ്പൊ 3 കൂട്ടിയാൽ മതി. 102 ആണെന്നുണ്ടെങ്കിൽ അടുത്ത ടേം 3 കൂട്ടിയാൽ 105 ആണ് വരാം. ഓക്കെ. ഓക്കെ ഇനി ലാസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലാസ്റ്റ് ടേം വരുന്നത് 999 ആണ്. 999 നമുക്കറിയാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോവും ഇല്ലേ? 3 ടൈം 9 വരും, 9 3 പിന്നെ 9 അർത്ഥം പിന്നെ 33 ഇല്ലേ? അപ്പൊ നമുക്ക് കിട്ടി, നമ്മുടെ സീക്വൻസ് നമുക്ക് കിട്ടി 102, 105 എക്സിറ്റ്. ലാസ്റ്റ് ടേം 999. ഇനി നമ്മൾ ചെയ്യേണ്ടത് എത്ര 3ന്റെ ഗുണിതങ്ങളായ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട്, എത്ര എണ്ണം ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ n ആണ് കണ്ടുപിടിക്കേണ്ടത്. n കണ്ടുപിടിക്കാൻ നമുക്കറിയാം അവസാന പദത്തിൽ നിന്ന്, അവസാന പദം 999, അതിൽ നിന്ന് ആദ്യ പദം മൈനസ് ചെയ്യുക, 102 മൈനസ് ചെയ്യുക. പൊതുവ്യത്യാസം 3 അല്ലേ? പൊതുവ്യത്യാസം വരുന്നത് 3ന്റെ അല്ലേ പറഞ്ഞിരിക്കുന്നത്, +1 ഇതാണ് ഇക്വേഷൻ. അപ്പൊ 999 നിന്ന് 102 മൈനസ് ചെയ്യുക. 102 മൈനസ് ചെയ്ത് എത്രയാണ് കിട്ടുക? 999 നിന്ന് 102 മൈനസ് കഴിഞ്ഞാ കേക്കാനില്ല? 999 നിന്ന് 102 മൈനസ് ചെയ്ത് കഴിഞ്ഞാ 897 കിട്ടും. ഡിവൈഡഡ് ബൈ +1 വരും. 897നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 299 എന്ന് കിട്ടും. ഈ 299 അപ്പൊ എന്തെന്ന് കിട്ടും? 300 എന്ന് കിട്ടും. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അടുത്തൊരു പ്രോബ്ലം ആണ്. ഒരു കടയിൽ സോപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും താഴത്തെ വരിയിൽ 25. അപ്പൊ ഏറ്റവും താഴത്തെ വരിയിൽ അവര് പറഞ്ഞിട്ടുണ്ട് 25 അതിനു മുകളിലത്തെ വരിയിൽ 23, അതിനു മുകളിൽ 21 എന്ന ക്രമത്തിലാണ്. ഏറ്റവും മുകളിലത്തെ വരിയിൽ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു സോപ്പാണ്. അപ്പൊ ഏറ്റവും മുകളിലത്തെ 1 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഈ വരിയിൽ ഈ ആകെ എത്ര വരികളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവസാനത്തെ വരി 25,
25 സോപ്പുകൾ അവസാനത്തെ വരിയിൽ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ വരിയിൽ 23 സോപ്പുകൾ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ 21. 21. അങ്ങനെ ഏറ്റവും മുകളിൽ ഒന്നാണ് വരുന്നത്. നമ്മുടെ ചോദ്യം ആകെ എത്ര വരിയാണ് എത്ര റോകളുണ്ട്? അപ്പൊ n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ? 1 മൈനസ് 1 മൈനസ് 25. 25 ബൈ പൊതുവ്യത്യാസം എത്രയാ വരാം? ഗുണവ്യത്യാസം 1. d കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം. അപ്പൊ 23 സെക്കൻഡ് ടേം, ഫസ്റ്റ് ടേം 25. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 23 നിന്ന് 25 മൈനസ് ചെയ്താൽ -2 എന്ന് കിട്ടും. -2 പ്ലസ് 1. ഓക്കെ. 1 നിന്ന് 25 മൈനസ് ചെയ്താൽ -24 ഡിവൈഡഡ് -2 -2 മൈനസ് പ്ലസ് ആയി പോവും. 24 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 എന്ന് കിട്ടും. 12 13 എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കിട്ടിയോ? കിട്ടി. ഇനി അടുത്തൊരു പ്രോബ്ലം ആണ് 5x - 7. ഇവ ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങളായാൽ x എത്രയാണ്? അതായത് ഒരു സമാന്തര ശ്രേണിയുടെ അടുപ്പിച്ചിട്ടുള്ള 3 പദം തന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെ നടുക്കിലുള്ള പദം, ആ രണ്ടാമത്തെ പദം കണ്ടോ x കൊടുത്തിരിക്കുന്നത്, അത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. 5 എന്ന് തന്നിട്ടുണ്ട്, x തന്നിട്ടുണ്ട്, -7 തന്നിട്ടുണ്ട്. ഇതൊരു സമാന്തര ശ്രേണിയാണ്, തുടർച്ചയായ സമാന്തര ശ്രേണിയാണ്. അപ്പൊ നടുക്കിലത്തെ ഈ പദം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷിൽ ഇതിന്റെ സമാന്തര ശ്രേണി എന്താ? അരിതമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിതമെറ്റിക് സീക്വൻസ്. പൊതുവ്യത്യാസത്തിന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്നാണ് പറയാ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ആദ്യ പദം. ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് മിഡിൽ ടേം, മധ്യത്തിൽ കിടക്കുന്ന പദം മിഡിൽ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ x കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് 5ഉം അപ്പുറത്തെ -7 തമ്മിൽ ബൈ 2 ചെയ്യാൻ ഇക്വേഷൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് a, b, c എന്ന് പറഞ്ഞ് പോകുന്ന ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നടുക്കിലത്തെ ടേമായ b കണ്ടുപിടിക്കാൻ നമ്മൾ എയും സിയും തമ്മിൽ ആഡ് ചെയ്തിട്ട് ബൈ ചെയ്യണം. ഇതാണ് ഇക്വേഷൻ ട്ടോ. അപ്പൊ ഇങ്ങനെ 3 ടേം തന്നിട്ട് അതിന് നടുക്കത്തെ ടേം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 5ന്ന് -7 കുറച്ചു കഴിഞ്ഞാൽ -2 ആണ് വരാ. -2/2 1 പിന്നെ ആൻസറിൽ എന്തിടാ? -1. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് LDC കാസർഗോഡ് 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് 200നും 500നും ഇടയ്ക്ക് 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം. അതായത് 200നും 500നും ഇടയ്ക്ക്, 200നും 500നും ഇടയ്ക്ക് പറയുമ്പോൾ 200ഉം എടുക്കാൻ പാടില്ല, 500ഉം നമ്മൾ എടുക്കാൻ പാടില്ല. മുതൽ എന്ന് പറഞ്ഞാൽ 200 മുതൽ 500 വരെ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് 200ഉം എടുക്കാം, 500ഉം എടുക്കാം. ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ 200ഉം എടുക്കാൻ പാടില്ല, 500ഉം എടുക്കാൻ പാടില്ല. അതിന്റെ ഉള്ളിൽ വരുന്ന നമ്പേഴ്സ് ആണ് വരാം. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? 7 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ 200നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇടയ്ക്ക് എന്ന് പറയുന്നതുകൊണ്ട് 200 പറ്റില്ല, 201നെ ചെയ്ത് നോക്കാം. 7 കൊണ്ട് 201 ചെയ്യണ നമുക്കറിയാം. 2 ടൈംസ് 14 പോകും, 6 1 61 പോകുമോ? 7 ടൈംസിൽ എന്ത് 45, 8 ടൈംസിൽ 56 ആണ് വരുള്ളൂ. 61 നമുക്ക് പോവില്ല. അപ്പൊ ഇത് ആൻസർ എന്താണ്? 201 തെറ്റാണ്. അടുത്ത ടേം 203 നോക്കി നോക്കാം. നമ്മൾ ജസ്റ്റ് അതിന്റെ ഉള്ളിലത്തെ വാല്യൂസ് ഇട്ട് നോക്കാണ് കേട്ടോ. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണല്ലോ, അതുകൊണ്ട് 7 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. 2 ടൈംസിൽ 14 പോകും, 63 പോവില്ലേ? 9 ടൈംസ് 9 into 7 63 0. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ടേം കിട്ടി 203.
മൂന്നാന്ന് കിട്ടും. 203. ആ ഇനി അടുത്ത ടേം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 7 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ 7 ആ. കൂട്ടിയാൽ മതി. അപ്പൊ 210 നമുക്ക് അടുത്തത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഇനി ഓക്കെ. നമ്മൾ ലാസ്റ്റത്തെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. 500 ആ. നമുക്ക് എടുക്കാൻ പറ്റില്ല. 500 കഴിഞ്ഞ് വരുന്നത് 499 ആ. അതിന് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അറിയാം, ആ 7 49. 9 ഇല്ല. 9 7 പോവില്ല. അപ്പൊ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ടേം 498. നോക്കാം. ആ. 498 എടുക്കുകയാണെങ്കിൽ 7 വട്ടം 49 പോവും, 8 പോവും. 8 പോകൂല. അപ്പൊ 497 എടുത്ത് നോക്കാം. ഓക്കെ. 7 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 49. പിന്നെ 7 7. ഓക്കെ, അപ്പൊ നമുക്കറിയാം 407 നമുക്ക് എന്ത് ചെയ്യും? 97 നമുക്ക് പോവും. അപ്പൊ ലാസ്റ്റ് ടേം നമ്മുടെ കിട്ടി 497. ഇനി എത്ര സംഖ്യകളുണ്ട് എന്ന് ചോദിക്കുന്നത്. അപ്പൊ n കണ്ടുപിടിക്കേണ്ടത്. n കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. ലാസ്റ്റ് ടേം 497 മൈനസ് 203 ഡിവൈഡഡ് ബൈ കോമൺ 7 പ്ലസ് 1. ഓക്കെ, ഓക്കെ. ചെയ്തിട്ട് ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞേ. ഇതിമ്മ ചെയ്യാൻ കഴിയണില്ല. 497 മൈനസ് 203 ചെയ്യുമ്പോ എത്ര വരാ? 497 നിന്ന് 203 മൈനസ് ചെയ്താൽ എത്രയാ കിട്ടുന്നത്? 204. 204. 204നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിമ്മ ചെയ്യാൻ പറ്റുമോ? എന്താണ്? ഇതിമ്മ ചെയ്യാൻ പറ്റുമോ? ഇത് കഴിയില്ല. നിങ്ങളുടെ ബുക്കിൽ ചെയ്താൽ മതി. ഓക്കെ. അപ്പോ
3 അടങ്ങി ഇത് അപ്പോ 29 ആൻസർ എത്ര വന്നത്? 29. 29 497 നിന്ന് 103 ഡൗൺ മൈനസ് ചെയ്തപ്പോ എത്ര? 204. 204. 497 നിന്ന് 203 മൈനസ് ചെയ്താലോ? 400 നിന്ന് 200 പോയാ പിന്നെ 200. 297 നിന്ന് 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാ 294. ഓക്കെ, 294 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ. 294 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 42 എന്ന് കിട്ടും. 42 പ്ലസ് 1 43 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 43 ആണ് ആൻസർ ആയിട്ട് വരാം കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം ആണ് 13x 35 എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ സംഖ്യകളായാൽ x എത്ര? ഇത് ഒരുപാട് വട്ടം ട്രിവാൻഡ്രം, അതുപോലെ പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, കോഴിക്കോടൊക്കെ 2017 ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. VFAക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം തുടർച്ചയായ സമാന്തര ശ്രേണിയാണ്. അപ്പൊ നടുക്കത്തെ ടേം കാണാൻ എന്താ ചെയ്യേണ്ടത്? കാണാന് ആദ്യം ഈ നമ്പർ ഡിവൈഡ് ചെയ്യണം. ഏതൊക്കെ? 13ഉം 35ഉം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടാ? 48 കിട്ടും. 48 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അതിന്റെ പകുതി എടുക്കാം. 48ന്റെ പകുതി എത്രയാ? 48ന്റെ പകുതി 24. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരാം. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം ആണ്. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 2200 ആയാൽ മധ്യപദം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് LDC ട്രാൻസ്ഫർ 2012 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 2200 ആയാൽ മധ്യപദം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മധ്യപദം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 25 പദങ്ങളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട്. 2200 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മധ്യപദം കാണാൻ 2200നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാ. 2200നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എന്ന് പറഞ്ഞേ.
കിട്ടിയോ? ഇരുപത്തഞ്ച് പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. അതായത് 25 പദങ്ങളുടെ തുക കിട്ടിയതേ പക്ഷെ 114 കിട്ടി. 200 തന്നിട്ടുണ്ട്. ഓക്കെ, മിഡിൽ ടേം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് 2200നെ 25 ഡിവൈഡ് ചെയ്തപ്പോൾ എത്രയാ വന്നത്? 114. അത് തെറ്റാണ്. 88 ആണ് വരാ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 88 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അടുത്തൊരു പ്രോബ്ലം ആണ്. k+2, 4k - 6, 3k - 2 എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ കെയുടെ വില എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ കെയുടെ വില കണ്ടുപിടിക്കാണ് വേണ്ടത്. k+2, അതുപോലെ അടുത്ത ടേം നമുക്ക് തന്നിട്ടുണ്ട് 4k - 6 തന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ടേം തന്നിട്ടുണ്ട് 4k - 2 എന്ന് തന്നിട്ടുണ്ട്. കെയുടെ വാല്യൂ കാണാനാണ് വേണ്ടത്. അപ്പൊ കെയുടെ വാല്യൂ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം ഇത് എ എന്ന് പറയുന്ന ടേം, ഇത് ബി എന്ന് പറയുന്ന ടേം, ഇത് സി എന്ന് പറയുന്ന ടേം. നമുക്ക് ബി കിട്ടാൻ a+c ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പൊ ബിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് 4k - 6 ആണ്. ഈക്വൽ ടു എയുടെ സ്ഥാനത്ത് k+2 പ്ലസ് സിയുടെ സ്ഥാനത്ത് 3k - 2. അപ്പൊ ഈ +2ഉം -2ഉം ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അവിടെ കെയും 3kയും 4k/2 ആണ്. ഈ 2ഉം ഈ 4ഉം കട്ട് ചെയ്താൽ 2k എന്ന ആൻസർ കിട്ടും. അപ്പൊ 4k - 6 = 2k. അപ്പൊ ഈ 2kനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ 4k - 2k എന്ന് കിട്ടും. 2k - 6 = അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ +6. അപ്പൊ 2kയുടെ വാല്യൂ എന്തെന്ന് കിട്ടും? 6 ഡിവൈഡഡ് ബൈ 2, 3 എന്ന് കിട്ടും. അപ്പൊ കെയുടെ വാല്യൂ 3 ആണ് ആൻസർ വരാട്ടോ. ഓപ്ഷൻ എ 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത പ്രോബ്ലം ആണ്. 51 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. 51 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര? 51 മുതൽ 99 വരെ എത്ര ഒറ്റ സംഖ്യകൾ? മുതൽ വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 51 എടുക്കാൻ പാടില്ല. 51 കഴിഞ്ഞാൽ വരുന്ന ഒറ്റ സംഖ്യ ഏതാണ്? 53. അടുത്ത വരുന്നത് 55 എക്സെട്ര. അങ്ങനെ 99 വരെ. 51 മുതലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 51 എടുക്കാട്ടോ. 99 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ തുക കണ്ടുപിടിക്കണം. തുക കാണണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൽ എത്ര പദങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയണം. അതുകൊണ്ട് n നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 99 - 51 ബൈ 2 + 1 ആണ് വരാം. 99ൽ നിന്ന് 51 മൈനസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, +1 കൂട്ടുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആൻസർ എത്രയാണ് വരാം? അതെ, 248 48/2. 48. 48/2 + 1 എന്ന് വരും. 48/2 24. 24 + 1 25 എന്ന് കിട്ടും. അപ്പൊ n ന്റെ വാല്യൂ നമുക്ക് കിട്ടി 25 ആണ് കിട്ടി.
ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് S25 25 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തുക കണ്ടുപിടിക്കാൻ നമുക്ക് ലാസ്റ്റ് പദവും അവസാന പദവും ആദ്യ പദവും അറിഞ്ഞാൽ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് AN പ്ലസ് A എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ N എന്ന് പറയുന്നത് 25 ഡിവൈഡഡ് ബൈ 2, ലാസ്റ്റ് ടേം 99, ഫസ്റ്റ് ടേം 51. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 150. അപ്പൊ 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 150 എന്ന് വരും. ഈ 2ഉം 150 ഡിവൈഡ് ചെയ്താൽ 75 എന്ന് കിട്ടും. 75 ഇൻറ്റു 25 ചെയ്യണ സമയത്ത് നമുക്ക് ഫൈനൽ ആൻസർ 1875 എന്ന് കിട്ടും. 1875 നമ്മുടെ ഓപ്ഷൻ ബി എ ആണ് ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ എ ആണ് വരാം. ഓക്കെ. പ്രോബ്ലം ആണ് 10, 8, 6, 4 എക്സെട്ര എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക. അപ്പൊ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സമ്മ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 10 ഫോമിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ SN = n/2 2a + n-1 × d. ഇതാണ് ഇക്വേഷൻ, സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതില് ആദ്യത്തെ 10 ടേമിന്റെ സമ്മാണ്. അപ്പൊ S10 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n-ന്റെ വാല്യൂ 10, 10/2 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഓഫ് 10 പ്ലസ് 10 - 1. കോമൺ ഡിഫറൻസ് 8ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ -2. 10/2 5 എന്ന് കിട്ടും. 5 ഇൻറ്റു 2 ഇൻറ്റു 10 20 എന്ന് കിട്ടും. പ്ലസ് 10ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 9 ഇൻറ്റു -2 എന്ന് കിട്ടും. അപ്പൊ അടുത്തത് 5 ഇൻറ്റു 20 പ്ലസ് 9 ഇൻറ്റു 2 18. അപ്പൊ -18 ചെയ്യുന്ന സമയത്ത് 2 എന്നാണ് വരാ. 5 ഇൻറ്റു 2 ആൻസർ 10. കറക്റ്റ് ആൻസർ 10 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു പ്രോബ്ലം ആണ് 25 പദങ്ങളുടെ ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക 400 ആയാൽ ഈ ശ്രേണിയുടെ 13ാം പദം എത്ര? 25 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണി, അതിന്റെ പദങ്ങളുടെ സമ്മ് തന്നിട്ടുണ്ട്. അതായത് S25 25 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. നമുക്ക് 400 ആണ് തന്നിട്ടുണ്ട്. ഈ ശ്രേണിയുടെ 13ാം പദം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. 13ാം പദം എന്ന് പറയുമ്പോൾ 25ന്റെ T13 അല്ലെങ്കിൽ A13 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് വേണമെങ്കിലും നമുക്ക് ഡിനോട്ട് ചെയ്യാം. അത് കണ്ടുപിടിക്കാൻ 25ന്റെ പകുതി 12.5 ആണ്. അപ്പൊ ഇവിടെ ഇത് മിഡിൽ ടേം ആണ് കാണാൻ ചോദിക്കുന്നത്. അപ്പൊ മിഡിൽ ടേം കാണാൻ ചോദിക്കുന്ന സമയത്ത് 400 ഡിവൈഡഡ് ബൈ 25 ചെയ്താൽ മതി. 400നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16 എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷൻ ബി 16 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അടുത്തത് ഒരു സമാന്തര ശ്രേണിയുടെ 25ാം പദം 50ഉം 50ാം പദം 25ഉം ആയാൽ ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമാന്തര ശ്രേണിയുടെ 25ാം പദം അതായത് A25 നമുക്ക് തന്നിട്ടുണ്ട്, 50 ആണ് തന്നിട്ടുണ്ട്. അടുത്ത് തന്നിരിക്കുന്നത് 50ാം പദം. അപ്പൊ A50 തന്നിട്ടുണ്ട്, 25 ആണ് തന്നിട്ടുണ്ട്. D കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ അരിതമെറ്റിക് സീക്വൻസ് അരിതമെറ്റിക് പ്രോഗ്രഷൻ തരാണ്ട് ഇടയിലുള്ള ടേംസ് തന്നിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ചെയ്യേണ്ടത് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്താൽ മതി. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം എന്ന് മലയാളത്തിൽ പറയും. ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ടേംസ്. അപ്പൊ 50 - 25 ഡിവൈഡഡ് ബൈ, ഇനി അടുത്തത് പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ് പൊസിഷൻ. അപ്പൊ 25 - 15
അപ്പൊ ചെയ്യുന്ന സമയത്ത് 50-ൽ നിന്ന് 25 25 ബൈ 25-ൽ നിന്ന് 50 കുറച്ചാൽ -25 25/25 ഒന്നാണ് വരിക. ആൻസറിൽ -1 ആണ് ഓപ്ഷൻ സി. -1 ഇത് ഓപ്ഷൻ 2000 ആണ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ 6, 11, 16, 21 എക്സെട്ര എന്ന ശ്രേണിയുടെ തുടർച്ചയായ 20 പദങ്ങളുടെ തുക 1070 എങ്കിൽ 9, 14, 19, 24 എക്സെട്ര എന്ന ശ്രേണിയുടെ തുടർച്ചയായ 20 പദങ്ങളുടെ തുക എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമ്മൾ ഇതേപോലെ ശ്രേണിയുടെ അർത്ഥം എന്താ? എന്താണ് എന്താ സീക്വൻസ്? ഓക്കെ. 16, 21 എക്സെട്ര ഇതിന്റെ സമ്മ് തന്നിട്ടുണ്ട് നമുക്ക് 1070 തന്നിട്ടുണ്ട്. ഓക്കെ. അടുത്തത് 9, 14, 19, 24 എക്സെട്ര ഇത് നമുക്ക് തന്നിരിക്കുന്നത് കണ്ടുപിടിക്കാനാണ്, സമ്മ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. 6ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ്, ഇവിടെ കോമൺ ഡിഫറൻസ് വരുന്നത് 4 വെച്ചിട്ടാണ് കോമൺ ഡിഫറൻസ് വരുന്നത്. 4 അല്ല 5. കോമൺ ഡിഫറൻസ് ഇവിടെ വരുന്നത് 5 ആണ്, ഇവിടെയും 5 ആണ്. അപ്പൊ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 5 ആണ് വരുന്നത്. അതേപോലെ ഈ സീക്വൻസ് 9ഉം 14ന്റെയും കോമൺ ഡിഫറൻസ് 5, ഇവിടെ എന്താ പറയാ 5. അപ്പൊ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസും 5. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സീക്വൻസിന്റെയും കോമൺ ഡിഫറൻസ് 5 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 20 പദങ്ങളുടെ തുകയല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 20 ഇൻറ്റു തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. 6ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 6, 9ഉം 3 അല്ലേ? അപ്പൊ 20 ഇൻറ്റു 3 ചെയ്യണ സമയത്ത് നമുക്ക് 60 എന്ന് കിട്ടും. അതായത് ഇവ തമ്മിലുള്ള ഫസ്റ്റ് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്, സെക്കൻഡ് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്, തേർഡ് ടേം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. അങ്ങനെ 20th ടേം തമ്മിലുള്ള ഡിഫറൻസും എന്താണ്? 3 ആണ് വരാം. അപ്പൊ നമുക്ക് ചെയ്യണ സമയത്ത് 1070ന്റെ കൂടെ 60 ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ വന്നിട്ട് 1130 എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു പ്രോബ്ലം ആണ്. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന മൂന്നക്ക സംഖ്യകൾ എത്രയുണ്ട്? മൂന്നക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1000 മുതൽ 100 മുതൽ 999 വരെ 3 ഡിജിറ്റ്. ഇനി 7 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമ്മൾ 100 കഴിഞ്ഞിട്ട് വരുന്ന ടേം ഏതാണ്? 101. 101നെ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ പോകും. അപ്പൊ ഫസ്റ്റ് 101, രണ്ടാമത്തെ ടേം 108, അങ്ങനെ ലാസ്റ്റ് ടേം 999നെ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ പോവില്ല. അപ്പൊ 998 എടുക്കുക. 998 ഡിവൈഡ് ചെയ്താലും പോകില്ല. അപ്പൊ 997 അത് ഡിവൈഡ് ചെയ്താൽ 9ൽ പോകും. ഓക്കെ. ഇനി n ആണ് കണ്ടുപിടിക്കേണ്ടത്. n കണ്ടുപിടിക്കാൻ ലാസ്റ്റ് ടേം 997 മൈനസ് ഫസ്റ്റ് ടേം 101 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 7 പ്ലസ് 1 ചെയ്യാം. 997ൽ നിന്ന് 101 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 896 എന്ന് കിട്ടും. പ്ലസ് 1 896നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 128 128ന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 129 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരാം. 129. ഇനി അടുത്തൊരു പ്രോബ്ലം ആണ്. ഒരു സമാന്തര ശ്രേണിയിലെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്, അതായത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അതായത് nth ടേം നമുക്ക് തന്നിട്ടുണ്ട്.
an is equal to ആ 4n minus 2 തന്നിട്ടുണ്ട്. ആയാൽ ഈ ശ്രേണിയിലെ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ സീക്വൻസിന് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിട്ട് അത് ഈ ശ്രേണിയിലെ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്താ എന്നാണ് അറിയേണ്ടത്. അപ്പൊ ആദ്യം സീക്വൻസ് എഴുതണം. സീക്വൻസ് എഴുതണം എന്നുണ്ടെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ തന്നാൽ അതിന്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് an is equal to an plus b എന്ന് പറയുന്നതാണ്. അതില് എന്നിന്റെ മുന്നിൽ കിടക്കുന്നതാണ് കോമൺ ഡിഫറൻസ്. അപ്പൊ a ആണ് കോമൺ ഡിഫറൻസ്. ഇനി ഫസ്റ്റ് ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എയും ബിയും കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ ഇവിടുത്തെ കേസില് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്നിന്റെ മുന്നിൽ കിടക്കുന്നത് 4 കോമൺ ഡിഫറൻസ്. ഇനി ഫസ്റ്റ് ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ 4 അതുപോലെ ഈ -2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2 എന്ത് വരാ ഫസ്റ്റ് ടേം. അപ്പൊ സെക്കൻഡ് ടേം കിട്ടണമെങ്കിലോ എന്താണ് സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടേം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ടേം കിട്ടും. ഓക്കെ, ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ടേം കിട്ടും. അപ്പൊ 2 സെക്കൻഡ് ടേം വരിക. അപ്പൊ ഫസ്റ്റ് ടേം 2, കോമൺ ഡിഫറൻസ് 4 ആയതുകൊണ്ട് 2ന്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ടേം 6 വരും. 6ന്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത ടേം 10 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സീക്വൻസ് വരാ. ഇനി ഈ സീക്വൻസിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ റിമൈൻഡർ കിട്ടാന്ന്. അപ്പൊ 10നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഏത് ടേം എടുത്താലും കുഴപ്പമില്ല. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ടൈം 8 വരും ഡിവൈഡഡ് ബൈ 2. റിമൈൻഡർ അപ്പൊ എന്താ വരിക സിസ്റ്റം 2 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് VEO 2004 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് LDC 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു സമാന്തര ശ്രേണിയിലെ 4ാം പദം 31. അപ്പൊ 4ാമത്തെ പദം A4 തന്നിട്ടുണ്ട്, 31 തന്നിട്ടുണ്ട്. 6ാം പദം 47 തന്നിട്ടുണ്ട്, 47 തന്നിട്ടുണ്ട്. ആദ്യ പദം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യ പദം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആയ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. 47 മൈനസ് 31 ബൈ 6 മൈനസ് 4. 47ൽ നിന്ന് 31 മൈനസ് ചെയ്താൽ 16 എന്ന് കിട്ടും. 6ൽ നിന്ന് 4 മൈനസ് കിട്ടും 8 എന്ന് കിട്ടും ആൻസർ. അപ്പൊ കോമൺ ഡിഫറൻസ് 8 വന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേം. അപ്പൊ A4നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. A4നെ A plus 3D എന്ന് എഴുതാൻ പറ്റും. A5 ആണെങ്കിൽ നമുക്ക് A plus 4D എന്ന് എഴുതാം. A10 ആണെങ്കിൽ നമുക്ക് A plus 9D എന്ന് എഴുതാം. C equal to ആണ് 31. A നമുക്കറിയാം ഫസ്റ്റ് ടേം നമുക്ക് അറിയില്ല, അത് അങ്ങനെ തന്നെ കൊടുക്കുക. 3 into D നമുക്കറിയാം 8 ആണെന്നറിയാം. C equal to 31. A plus 3 into 8 24 എന്ന് കിട്ടും. 24 is equal to 24. A equal to ഈ പ്ലസ് 24 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോ -24. 31ൽ നിന്ന് 24 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ 7 എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 7 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ അതല്ല, ഒരു ഡൗട്ട് ഉണ്ട്. ഈ എന്താ A7 വരികയാണെങ്കിൽ ഏതാ ഇക്വേഷൻ കൊടുക്കുക? A7 നമ്മുടെ ഇക്വേഷൻ an is equal to A plus n minus 1 into D. അതായത് ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോ A7 പ്ലസ് 6D. അതായത് an is equal to A plus n minus 1 into D ആണ് ഇക്വേഷൻ. അതില് 7ാമത്തെ ടേം എന്ന് പറയുമ്പോ എന്നിന് 7 2 7 മൈനസ് 1 ഇൻറ്റു ഡി. അപ്പൊ A പ്ലസ് 7 മൈനസ് 1 6. ഇവിടെ 6 പ്ലസ് A പ്ലസ് 6D എന്ന് എഴുതിയത്. ഇപ്പൊ A ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് എഴുതാം. A പ്ലസ് 6D ആണ്. ഓക്കെ.
ഓക്കെ ഓക്കെ. ഇനി അടുത്തൊരു പ്രോബ്ലം ആണ് 3, 6, 9 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് 7, 10, 13 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക? അതായത് ഒരു സീക്വൻസ് തന്നിട്ടുണ്ട് 3, 6, 9 എക്സെട്ര എന്ന് പറഞ്ഞൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാ വരുന്നത്? 6ൽ 3 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. അടുത്ത സീക്വൻസ് തന്നിരിക്കുന്നത് 7, 10, 13 എക്സെട്ര. ഇതിന്റെ കോമൺ ഡിഫറൻസും എന്താ വരുന്നത്? 3. അപ്പൊ സെയിം കോമൺ ഡിഫറൻസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 25 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 25 into 25 into 2. ഓപ്ഷൻ സി Answer 100 ആയിട്ട് വരും. 100. WPC 2017 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഇത് നമ്മൾ ചെയ്തത് ഫുള്ളും പ്രീവിയസ് ഇയറിലെ PSC ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പൊ ഈ ഒരു ലെവലിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ.